ജന്തർ മന്ദറിൽ പാറ്റ സമരത്തിനിടയിൽ പാക് ചാരസംഘടനയായ ISI അട്ടിമറിക്ക് ശ്രമം നടത്തി. നിർണായക വിവരങ്ങൾ പങ്കുവച്ച് പഞ്ചാബ് പോലീസ് പ്രായപൂർത്തിയാകാത്ത സംഘം ഉൾപ്പെടെ 8 പേർ ജന്തർ മന്ദറിൽ എത്തിയിരുന്നു. പെട്രോൾ ബോംബ് ആക്രമണം ഉൾപ്പെടെ നടത്തി വലിയ സംഘർഷം രാജ്യത്തിനകത്ത് സൃഷ്ടിക്കാനാണ് ഇവർ ലക്ഷ്യമിട്ടത്. उसमें 9 आरोपी गिरफ्तार हुए हैं। 3 पिस्टल, 4 पेट्रोल बॉम्ब, मोटरसाइकिल है, एक लाइटर और कुछ लाइव कार्ट्रिजेस रिकवर हुए हैं। एक मॉड्यूल जो है रेलवे ट्रैक के ऊपर कैमरास लगा के पाकिस्तान को फीड भेजने का काम करता है। दोनों मॉड्यूल्स को ISI के हैंडलर्स खुद हैंडल कर रहे थे और उसमें हमने 4 आरोपी गिरफ्तार किए हैं। जो कैमरा मॉड्यूल है, रेलवे ट्रैक जो जलंधर जा रहा है उसके ऊपर से कैमरा भी डिटेक्ट किया। GRP का जुरिस्डिक्शन था, वहाँ केस रजिस्टर हुआ। बट कमिश्नरेट पुलिस अमृतसर अपनी तरफ से साथ में इन्वेस्टिगेशन करती रही और हमने सारे आरोपी और कैमरा वगैरह उनके हवाले भी किए। ആദർശാണ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുക. ആദർശ്, എന്തായാലും പാക് ചാരസംഘടനയായ ISI ഈ ജന്തർ മന്ദറിൽ നടന്ന പാറ്റ സമരത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ബംഗ്ലാദേശ് മോഡൽ നമ്മുടെ രാജ്യതലസ്ഥാനത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണോ ഇപ്പോൾ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നത്? ആദർശ്, ഗൗതം, പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നത് അനുസരിച്ച് ഈ ജന്തർ മന്ദറിലെ സമരത്തിൻ്റെ മറവിൽ വലിയ ഒരു ആക്രമണത്തിനുള്ള ഗൂഢപദ്ധതിയാണ് ISI തയ്യാറാക്കിയത്. പഞ്ചാബ് പോലീസിൻ്റെ പിടിയിലായ 9 പേരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഢപദ്ധതിയുടെ വിവരങ്ങൾ പഞ്ചാബ് പോലീസ് പങ്കുവച്ചത്. ഈ പിടിയിലായവരിൽ 4 പ്രായപൂർത്തിയാകാത്തവരുണ്ട്. ഇവരെ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പഞ്ചാബ് പോലീസ് പിടികൂടുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ ജന്തർ മന്ദറിൽ വലിയ അട്ടിമറിക്ക് പദ്ധതിയിട്ടു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇവരിൽ 8 പേർ, ഈ പ്രായപൂർത്തിയാകാത്ത 4 പേരടക്കം 8 പേർ ജന്തർ മന്ദറിലേക്ക് പോകുന്നതിന് പോലും പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഈ വിവരം പോലീസ് ചോർത്തുകയായിരുന്നു. എന്തായാലും നിലവിൽ പഞ്ചാബ് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് വലിയ ഒരു ഗൂഢപദ്ധതിയാണ് ISI ഇവരെ ഉപയോഗിച്ച് ജന്തർ മന്ദറിൽ നടത്താൻ ഉദ്ദേശിച്ചത്. ഒപ്പം തന്നെ ഈ പിടിയിലായവർ ചില നിർണായക വിവരങ്ങൾ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളുടെയും മറ്റും ഫോട്ടോ എടുക്കുകയും ഇവർ അത് അവരെ നിയോഗിച്ച ISI ഹാൻഡിലർമാർക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പഞ്ചാബ് പോലീസ് ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പഞ്ചാബ് പോലീസ് ആദ്യം ഇവരെ ചാരപ്രവർത്തനത്തിന് പിടികൂടുകയും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യലിലാണ് ഈ ജന്തർ മന്ദറിൽ അട്ടിമറി ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പഞ്ചാബ് പോലീസിന് ലഭിക്കുകയും ചെയ്തത്. ഗൗതം, അതായത് ഇതിപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണമാണല്ലോ ആദർശ. കാരണം പഞ്ചാബ് ഭരിക്കുന്നത് BJPയുടെ സർക്കാരല്ല, അവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ആം ആദ്മിയുടെ സർക്കാർ തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് BJP പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞത്, ജന്തർ മന്ദറിൽ നടക്കുന്ന പാറ്റ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു, അതൊരു കലാപമാക്കി രാജ്യത്ത് മാറ്റാൻ ശ്രമം നടക്കുന്നു എന്ന് BJPയും ദേശീയ പ്രസ്ഥാനങ്ങളും പറഞ്ഞതാണ്. അക്കാര്യത്തെ അല്ലേ ഇപ്പോൾ ഈ പഞ്ചാബ് പോലീസ് ശരിവെക്കുന്നത്? ആദർശ്, തീർച്ചയായും ഗൗതം, നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ജന്തർ മന്ദറിലെ സമരത്തിൻ്റെ മറവിൽ വലിയ അട്ടിമറിക്ക് പാക് ചാരസംഘടനയും ഭീകരവാദ സംഘടനകളും ശ്രമം നടത്തുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന വിധത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പഞ്ചാബ് പോലീസ് പുറത്തുവിടുന്നത്. ദയവായി തുടരൂ. ഇപ്പോൾ പ്രതിരോധ വിദഗ്ധനും BJP വക്താവുമായ കേണൽ ഡിന്നി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഡിന്നി, താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതായത് പാക് ചാരസംഘടനയായ ISI ഈ പാറ്റ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തി എന്ന് പഞ്ചാബ് പോലീസ് ഇപ്പോൾ തെളിവുകൾ നിരത്തി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പഞ്ചാബ് എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനമൊന്നുമല്ല, ആം ആദ്മി സർക്കാരാണ് അവിടെയുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ പഞ്ചാബ് പോലീസ് കൂടി ശരിവെക്കുകയാണ്. അവിടെ ISIയുടെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടായി എന്നാണ് കണ്ടെത്തൽ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഇതിന്റെ ഒരു ആ പാറ്റേൺ അനുസരിച്ച് നമുക്കറിയാം ഇതൊരു മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ ആയിരുന്നു. അതിനകത്തൊരു കാരണം അവർ കണ്ടെത്തി, ആ കാരണം കണ്ടെത്തി അതിനുവേണ്ടി ആളുകളെ ഇറക്കി
ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം. ഇത് ആദ്യമായിട്ടല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളെല്ലാം പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. പൗരത്വ ബില്ലായാലും ശരി, കർഷക ബില്ലായാലും ശരി, ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ ഈ പ്രക്ഷോഭമായാലും ശരി, അത് കൃത്യമായിട്ട് പ്രക്ഷോഭത്തിനെ ഒരു വെപ്പനൈസ് ചെയ്യുക, പ്രക്ഷോഭത്തിനെ ഒരു ആയുധമാക്കി മാറ്റി നമ്മളെയൊക്കെ അയൽ രാജ്യങ്ങളിൽ കണ്ടതുപോലെ ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയിലും പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ കോർ കമാൻഡറിന്റെ വീടുകളിൽ പോലും ആക്രമണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു മോബിനെ അഴിച്ചുവിടുക എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇപ്പം പഞ്ചാബ് പോലീസ്, അങ്ങ് പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റിന്റെ പഞ്ചാബ് പോലീസ് തന്നെ അതിന്റെ ആ സെല്ലിനെ അവർ പിടിക്കുകയും 9ഓളം ആളുകളെ പിടിക്കുകയും അതിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനു മുമ്പ് വെസ്റ്റ് ബംഗാൾ പോലീസും ഇതേപോലെ ഒരു ആളുകളെ അവരും അറസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്തും എനിക്കൊന്ന് ജയേഷ് അല്ലെങ്കിൽ ലഷ്കറിന്റെ ആളുകൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള പ്ലാനുകളെല്ലാം അവരും കണ്ടെത്തിയിരുന്നു. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ടാണ് ഈ അന്ന് നടന്ന സംഭവത്തിൽ അത്രമാത്രം അക്രമം നടക്കണമെങ്കിൽ അത് വെറും ഈ സാധാരണക്കാരായിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമല്ലായിരുന്നു. അതിനകത്ത് സാധാരണക്കാർ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. അവരെ മുൻനിർത്തിയിട്ട് ബാക്കിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാണ്. ഇപ്പൊ പഞ്ചാബ് പോലീസ് പറയുന്ന പോലെ പെട്രോൾ ബോംബ് എറിയുക അങ്ങനെയൊക്കെയുള്ള പദ്ധതിയായിട്ടായിരുന്നു അവർ വന്നത്. പിന്നെ എന്തോ കാരണം നടക്കാതെ തിരിച്ചു പോയതാണ് എന്നാണ് അവർ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതിന് ഉള്ള രീതിയിലൊക്കെ ഉള്ള അന്വേഷണം ഇനിയും വരും. പക്ഷെ അന്ന് നടന്ന ആ സ്ട്രൈക്ക് പാർലമെന്റ് അത്രയും അടുത്ത് വരെ വന്നിട്ട് കാണിച്ച ആ രീതി അത് കൃത്യമായിട്ട് മാനുഫാക്ചേർഡ് ആണ്. അത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ട് നമ്മളെ രാജ്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇതിനകത്ത് എന്നെ പോലെ ആളുകൾ നമുക്കൊരു അതിശയമില്ല. ഇത് തന്നെയായിരുന്നു അവരുടെ പ്ലാൻ. അപ്പൊ നമുക്കറിയാലോ, മലയാളികൾ പോലും 23 പേര് ദുബായിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ചാർട്ടറല്ല അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് ഇവിടുത്തെ താമസവും സൗകര്യം ഒക്കെ ചെയ്യണമെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ വെറും ഒരു പാർട്ടി സമരവും നമ്മൾ പറയുന്നെങ്കിലും വെറും ഒരു സ്റ്റുഡൻസിന്റെ നീറ്റിന്റെ വിഷയം മാത്രമല്ലായിരുന്നു. അത് നമ്മളെ ഭരണത്തിനെ ഇല്ലാതാക്കാൻ ഉള്ള ഒരു ശ്രമം തന്നെയാണ്. അതിലൂടെ ഭാരതത്തിനെ തകർക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഓക്കെ വളരെ നന്ദി ശ്രീ ഡിനി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പ്രതിരോധ വിദഗ്ധൻ കേണൽ ഡിനിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ആദർശിലേക്ക് ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് പോകാം. ആദർശ്, അതായത് ഈ കേന്ദ്ര ഏജൻസികളും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഡൽഹി പോലീസിൻ്റെയും സമയബന്ധിതമായ ഇടപെടലും ജാഗ്രതയും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശ്രീലങ്കയും മ്യാൻമാറും ബംഗ്ലാദേശും നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ആവർത്തിക്കും എന്ന കൃത്യമായ സന്ദേശമല്ലേ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ആദർശ്? തീർച്ചയായും ഗൗതം, അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രചാരണം തുടങ്ങുന്നു. പിന്നാലെ ആ പ്രചാരണം പ്രതിഷേധമായി മാറുന്നു. ആ പ്രതിഷേധം ഒരു നിരാഹാര സമരമാകുന്നു. ആ നിരാഹാര സമരം ജന്തർ മന്ദറിൽ നിന്നുള്ള പാർലമെന്റ് മാർച്ച് പ്രഖ്യാപനത്തിലേക്ക് എത്തുകയും അത് പിന്നീട് വലിയ ഒരു അക്രമത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഇപ്പോൾ എന്തായാലും പാക് ചാരസംഘടന ISI തന്നെ ഈ ജന്തർ മന്ദറിൽ നടന്ന സമരത്തിന്റെ മറവിൽ വലിയ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നേരത്തെ പശ്ചിമ ബംഗാളിൽ പിടിയിലായ ഈ ഒരു ഭീകരനിൽ നിന്നും ഇക്കാര്യത്തിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ഭീകരനും ഇത്തരത്തിൽ ജന്തർ മന്ദറിൽ അട്ടിമറിക്ക് ശ്രമം നടത്തുകയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ വധിക്കുന്നതിന് ലക്ഷ്യമിടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചാബിൽ പിടിയിലായ ഈ പ്രായപൂർത്തിയാകാത്ത 4 പേരടക്കമുള്ള ചാരപ്രവർത്തനം നടത്തിയതിന് പഞ്ചാബ് പോലീസ് പിടിയിലായ ഈ ഭീകരരിൽ നിന്നുള്ള വിവരങ്ങൾ പഞ്ചാബ് പോലീസ് അമൃത്സറിലെ കമ്മീഷണറാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷണം തുടരുകയാണ് എന്നും പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പങ്കുവയ്ക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ചില നിർണായക കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ ഇവർ പകർത്തുകയും അത് ISI ഹാൻഡിലർമാർക്ക് അയക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ISI നമ്മുടെ രാജ്യത്തെ ചില നിരോധിത ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ജന്തർ മന്ദറിലെ ഈ സമരത്തിൽ ഒരു വലിയ ആക്രമണത്തിനുള്ള ഗൂഢപദ്ധതി തന്നെ തയ്യാറാക്കിയത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതൊരു പക്ഷേ ഈ പഞ്ചാബിൽ പിടിയിലായ ഈ 2 ഭീകര സംഘടനകളുടെ അംഗങ്ങളെ ഉപയോഗിച്ച് മാത്രമായിരിക്കില്ല, മറ്റ് ചില സംഘടനകൾക്കും ഇതിൽ ബന്ധമുണ്ടാകും എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇതിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും പഞ്ചാബ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഗൗതം. ഓക്കെ ആദർശ്, എന്തായാലും വ്യക്തമാണ്. ജന്തർ മന്ദറിൽ പാറ്റകൾ നടത്തിയ സമരത്തെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത്, വിശേഷിച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ വലിയ ഭീകരാക്രമണത്തിന് പാക് ചാരസംഘടനയായ ISI ലക്ഷ്യമിട്ടു എന്ന നിർണായകമായ കണ്ടെത്തൽ പഞ്ചാബ് പോലീസിന്റെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ അടങ്ങുന്ന കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞതാണ്.